താങ്കൾ ആ സന്യാസിമാരുടെ വേദിയിൽ ഒരു ഇതിനെതിരെ അവിടെ നിന്ന് പ്രസംഗിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അതൊരു പക്ഷെ വാർത്തയായനെ. അത് താങ്കളൊരു വേദി ഒരുക്കുക എന്ന് കരുതാം. എനിക്ക് ആ സംസാരിക്കാൻ എന്നെ ക്ഷണിക്കുകയും എന്നെ സംസാരിക്കാൻ എനിക്ക് സമയം തരികയും വേണം. ആ വേദിയിൽ താങ്കൾ കണ്ടതാണ്. അവസാനത്തെ വേദിയിലും ചിദാനന്ദപുരി സ്വാമിയാണ് സംസാരിക്കുന്നത്. എന്താ വെച്ചാൽ ഇവർ തന്നെ പറയും നായര് മുതൽ നമ്പൂരി വരെ എന്ന് പറയും, അല്ല നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറയും. അപ്പോൾ നായരോ നമ്പൂരിയോ സംസാരിച്ചാൽ നായാടിക്ക് സംസാരിക്കാനും വേദി തരണം. ശങ്കരാചാര്യ സംസാരിക്കുകയാണെങ്കിൽ എനിക്കും സംസാരിക്കാൻ വേദി വേണം. ഈ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറയുന്നതിൽ അത്ര തെറ്റുണ്ട്. സമൂഹം മുതലില്ല. ഇപ്പൊ നായരും നായാടി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് മുതലൊന്നുമില്ല. ആരോഹണം അവരോഹണം വേണ്ട, ആരാ മുന്നിൽ വേണ്ട. അതുകൊണ്ടാണ് വേണത്. ശങ്കരാചാര്യർ സംസാരിക്കുന്നു എങ്കിൽ, ശങ്കരാചാര്യക്ക് ഇവര് പാദം കഴുകി പൂജിക്കുന്നു എങ്കിൽ ചണ്ടാളന്റെ കാലും കാലന്നെയാണ് കഴുകി പൂജിക്കണം എന്ന് തന്നെ എന്റെ ആവശ്യം. അപ്പൊ നിങ്ങളെയാണോ? എന്നെയല്ല, ചണ്ടാളനെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരാണ് ചണ്ടാളൻ? അത് ഇപ്പോൾ ചണ്ടാളൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനാണ്. അഡ്രസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളുടെങ്കിൽ ആവാം. ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് ആ ചണ്ടാളൻ എന്ന് പറഞ്ഞു. എനിക്ക് മറ്റൊന്നും ഞാൻ അവകാശപ്പെടുന്നത്. ചണ്ടാളനാണ് വേദം പഠിച്ചിട്ട് വേദത്തെ നിഷേധിച്ചവൻ, വേദാചാരങ്ങളിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവൻ, അതുപോലെ തന്നെ ഹീനജാതിയിൽ പിറന്നവൻ, ബ്രാഹ്മണന് എന്താ പറയുക, അല്ല ബ്രാഹ്മണ സ്ത്രീക്ക് ശൂദ്രനിലുണ്ടായവൻ, ബ്രാഹ്മണൻ അല്ലെങ്കിൽ അമ്മ ജനറൽ കാസ്റ്റാ, അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാൻ ചണ്ടാളനാണ്. വേദാചാരങ്ങളെ നിശ്ചയിച്ചവൻ, പൂണൂല് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ആദരവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥങ്ങളും ഇല്ല. ഞാൻ ഉപനയനം ചെയ്ത് പൂർണ്ണദീക്ഷാ സമയത്ത് അതിനെ ഉപേക്ഷിച്ചതാണ്. അതെനിക്ക് സന്യാസം പോലെ തന്നെ അതിനൊക്കെ ഉപേക്ഷിച്ച. എനിക്ക് ശിഖയൊക്കെ ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ നമ്മൾ ജനിച്ച അവിടെ ശിഖയും കുറിയും ഒക്കെ വെച്ചിട്ട് തന്നെ നടന്നു. ഒരു കാര്യം പറയാം, മറ്റുള്ളവർ മലപ്പുറം കാണുന്ന പോലെയല്ല. എൻ്റെ മലപ്പുറം എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അവിടെ എന്നെ മതഭേദം കാണിച്ചിട്ടില്ല. മറ്റു മതസ്ഥരും നമ്മുടെ ഹൈന്ദവരെ കുറ്റം പറയുകയല്ല, പക്ഷെ മറിച്ച് ഞാൻ കഞ്ഞു കുടിച്ചിരുന്നത് പോലും അവരുടെ വീട്ടിൽ അവർ ഈ പറഞ്ഞ വാസ്തുവിദ്യയും മറ്റുള്ളതൊക്കെ ചെയ്യാൻ ക്ഷണിച്ചിട്ടാണ്. എല്ലാവരും അല്ല, എന്നാലും ഭൂരിപക്ഷം മുസ്ലിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. മതസൗഹാർദ്ദത്തിന്റെ നാട് തന്നെയാണ് മലപ്പുറം. ഞങ്ങൾക്ക് അല്ല, പലപ്പോഴും ഞാൻ എവിടെയും പോയിട്ട് മലപ്പുറത്തെ കുറിച്ച് പറയുന്ന നേരത്തെ ആളുകൾ പറയാറുണ്ട് മലപ്പുറം എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, അയ്യോ അങ്ങനെ പറയരുത്. എന്റെ വ്യക്തിപരം. പിന്നെ എനിക്ക് പറയേണ്ട അച്ഛനും അമ്മയാണ്. അവരും പറഞ്ഞിരിക്കുന്നത് അവർക്ക് സഹായം ചെയ്ത കഥയും. അച്ഛനൊക്കെ കുഴികുത്തി കഞ്ഞി പിടിച്ച ആളുകളാണ്. അവരൊരു പാത്രത്തിൽ കഴിക്കുന്ന മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന്. നമ്മളുടെ പോരായ്മയാണ് കേട്ടോ. അപ്പം തിരിച്ചിട്ടുണ്ട്, കുറ്റം പറയുകയല്ല. അപ്പൊ അതുകൊണ്ട് തീവ്രവാദം ശരിയാണെന്നല്ല. ഇപ്പൊ ISIS നന്നാക്കണോ? അല്ല, ISIS നന്നാക്കല്ല. അവര് തീവ്രവാദികൾ തന്നെയാണ്. അപ്പൊ അല്ല, നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മളിത് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇയാൾ മുസ്ലിമിന് വെള്ളപൂശുന്നു പറഞ്ഞാൽ മുസ്ലിമിന് വെള്ളപൂശേണ്ട ആവശ്യമില്ല. ഒരു മതദർശനത്തിന്റെ നല്ല ആളുകൾക്ക് നല്ല തന്നെയാണ്, അതിലൊരു സംശയമില്ല. അത് മറ്റവനെ വെച്ചിട്ടല്ല ഇവനെ വളർത്തുന്നത്. നമ്മൾ പറയാം, അവിടെ ജനിച്ച് നമ്മൾ ഈ രീതി ഇപ്പോഴും ഇവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കണം. അത് ധർമ്മസമരമാണെങ്കിൽ ധാർമ്മികമായിട്ട് നമ്മൾ എന്താ പറയുന്നത് നമുക്കറിയണം. അങ്ങ് മാധ്യമരംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മാധ്യമത്തെ തൊട്ട് ചെയ്യണം. നമ്മൾ സ്പിരിച്വൽ. ഇപ്പൊ ഈ അറബിയുടെ വിഷയം എൻ്റെ വിഷയം തന്നെ കറുപ്പ്. എനിക്ക് കറുപ്പ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറുപ്പ് വസ്ത്രം എടുത്തിരിക്കുന്നത്. കറുപ്പ് വസ്ത്രം, ഞാൻ കറുപ്പല്ല. അപ്പോൾ ആ കറുപ്പിനെ അംഗീകരിക്കൂ എന്ന് തന്നെയാണ് എൻ്റെ വിഷയം. കറുപ്പ് അത് ജാതിയായി, ജാതി മാത്രമല്ല, നായരാണെങ്കിലും കറുത്തവൻ പൂണിലിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സ്വകാര്യമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇയാൾ നമ്പൂരിയാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഏത് വ്യക്തി എന്നുള്ളതല്ല. കല്യാണ മേഖലയിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആണായാലും പെണ്ണായാലും കറുത്ത കാഴ്ചപ്പാട് അറിയാം. അപ്പൊ ഇതൊരു നിറം ജാതിയിൽ ഒതുങ്ങുന്നില്ല. എന്നാൽ ജാതി കൂടി ചേരുമ്പോൾ എന്തായി? പ്ലസ് ആണ്. അവന് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ സന്യാസി നമ്പൂതിരിയാണെങ്കിൽ അവനൊരു ഇത് കൂടുതലാണ്, നായരാണെങ്കിൽ കുറച്ച്. അതിങ്ങനെ പോയി ഇപ്പൊ ഈ ഒരു മനോഭാവം ഈ പറഞ്ഞ മേഖലയിലെ സന്യാസിമാരെയൊക്കെ മനസ്സിലുണ്ട്. ഇതന്നെയാണ് മറ്റെല്ലാ മേഖലയിലും നടക്കുന്നത്. ഇത് മാറണമെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ വെക്കാനുള്ളത് ഭഗവാൻ ശങ്കരാചാര്യ വിരചിതമായിരിക്കുന്ന മനീഷാ പഞ്ചകമാണ്. അങ്ങനെ പറയുമ്പോൾ അത് ഇല്ലെങ്കിലോ അതിനു മുമ്പേ കണ്ണൂരിലെ മലയനും പുലയനും കെട്ടിയാടിയ പൊട്ടൻ തെയ്യമുണ്ട്. എങ്കിളെ കൊത്തിയാലും ചോരയല്ലേ തമ്പ്രാണ്. അപ്പോൾ ഈ ഒരു സിദ്ധാന്തമാണ്. നിങ്ങളെ കൊത്തിയാലും ചോരയാണ്, എന്നെ കൊത്തിയാലും ചോരയാണ്. നിങ്ങളും അത് തന്നെ, ഞാനും അത് തന്നെ. ഇവിടെ ഒഴുകുന്ന വെള്ളവും അത് തന്നെ, ഇവിടെ ഒഴുകുന്ന വെള്ളവും അത് തന്നെ. ചണ്ടാള ബാബ കമ്മ്യൂണിസ്റ്റ് അല്ല, BJP അല്ല, കോൺഗ്രസ് അല്ല, ഇന്ത്യൻ പൗരനാണ്. അംബേദ്കറിസ്റ്റുമാണെന്നും പറയുന്നില്ല. അംബേദ്കറുടെ ആദർശങ്ങൾ പലതും ഇഷ്ടമാണ്. ആദർശങ്ങൾ മറ്റൊരു രീതിയിൽ കൊണ്ടാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാലത്ത് നമുക്കുണ്ടാകുന്ന ആരംഭം. നമ്മൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ പത്രക്കാരൻ അവിടെ സ്വകാര്യം പറഞ്ഞത് ഇവിടുത്തെ ശിഷ്യം കേൾക്കണ്ടായി. അതാ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ സാമ്യല്ലേ വന്നത്. നമ്മൾ ഇപ്പൊ സന്ദീപാനന്ദഗിരി സ്വാമികൾ പോലും സത്യം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണ് തുറന്നു പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ കമ്മ്യൂണിസ്റ്റ് അല്ല. സന്ദീപാനന്ദഗിരി സ്വാമി ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല, ആവട്ടെ, നമ്മൾ അദ്ദേഹത്തെ വിടാം. ഞാൻ പറയാം, ആ ഒരു വിഷയ ചർച്ച വേണ്ട. നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആവണമെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റിന്റെ പൂർണ്ണത ഉൾക്കണം. നമ്മൾ കണ്ട കമ്മ്യൂണിസ്റ്റിന് ആത്മീയതയില്ല. എപ്പോഴും ഞാനിവിടെ പറയും, കമ്മ്യൂണിസ്റ്റിന് ആത്മീയത ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവും. അത് ഇവിടുത്തെ ഭരണ കമ്മ്യൂണിസ്റ്റ് അല്ല. അതല്ല, ഞാനും അല്ല. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ വ്യവസ്ഥയിൽ ഭാരതീയ ആത്മീയ ചിന്തകളെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായും ചണ്ടാള കമ്മ്യൂണിസ്റ്റ് ആണ്. അത് ഇല്ല എന്നുള്ളത് കൊണ്ടും അവരൊരിക്കലും അതാകില്ല എന്നുള്ളത് കൊണ്ടും കമ്മ്യൂണിസ്റ്റ് ആകാൻ നമുക്കാകില്ല. ഞാൻ അങ്ങയോട് ചോദിച്ച കമ്മ്യൂണിസം
മിനി കൂപ്പറിൽ കയറി നടക്കുകയും ഇന്നോവയിൽ 36 വണ്ടികളുടെ അകമ്പടിയോടെ പോവുകയും ചെയ്യുന്ന കമ്മ്യൂണിസം അല്ല. അല്ലാത്ത കമ്മ്യൂണിസം. യഥാർത്ഥ കമ്മ്യൂണിസം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്നതിന്റെ ഉള്ളിലായിരിക്കാം ചിലപ്പോൾ എന്റെ ചിന്ത വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നാരായണ ഗുരുവിനെയും കൃഷ്ണനെയും യേശുവിനെയും മുഹമ്മദിനെയൊക്കെ ആ കമ്മ്യൂണിസ്റ്റ് ആക്കി കാണാനാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ആ അർത്ഥത്തിലാണെങ്കിൽ ചണ്ടാള ബാബു ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് യേശു ക്രിസ്തു ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ വരാനാണ് എനിക്കും താല്പര്യം. പക്ഷെ അത് രാഷ്ട്രീയ കമ്മ്യൂണിസം ആകരുത്. അത് രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞു, ഞാൻ മറ്റേ കമ്മ്യൂണിസത്തെ പറ്റി എടുത്തുപണേ. ഈ പൊളിറ്റിക്കൽ ലോകത്ത് ചണ്ടാളബാബ കമ്മ്യൂണിസ്റ്റ് അത് ഭയന്നിട്ടാണോ ചണ്ടാളബാബ? അല്ല, ഭയന്നിട്ടല്ല. എന്താണ് ഈ ഞാൻ പറയുന്ന സത്യത്തെ മറയ്ക്കും എന്നുള്ളത് കൊണ്ടാണ്. അല്ലെ നമ്മളിപ്പോ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നുമില്ല, നമ്മൾ കള്ളുകുടിയനാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും